നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഭയം, ആദി അല്ലേ? നാളെ എന്താവും, നാളെ എന്താവും. ഇപ്പോൾ ആ പരീക്ഷ നടക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മക്കളും സഹോദരങ്ങളും ഒക്കെ പരീക്ഷ എഴുതുന്നുണ്ടാവും. കുട്ടികളെ കണ്ടിട്ടുണ്ടോ? നമുക്കൊക്കെ പണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് ഈ പ്രശ്നം? എന്താവും എന്നുള്ളൊരു ആദി, പരീക്ഷയെ ഒരു പേടി. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പരീക്ഷയെ പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ആ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് ആ ടെൻഷനോട് കൂടി പോകും. സത്യത്തിൽ അതിന് ഉത്തരം അറിയാമെങ്കിൽ പോലും നമുക്ക് ഇത് എഴുതാനാവില്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്താണ് കൃത്യമായ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്ത് കാര്യവും കൃത്യമായി പ്ലാനിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാനിങ്, നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ നമുക്കറിയാം, ഇന്ന ചോദ്യങ്ങൾ വരാം, വരാതിരിക്കാം. അപ്പോൾ ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആകെ കൂടി എല്ലാം നോക്കി അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് വളരെ ശാന്തമായിരുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഒന്ന് മറിച്ച് നോക്കി അതിലറിയാവുന്നതൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് വെച്ച് അത് ആദ്യം എഴുതി തുടങ്ങി ശാന്തമായ മനസ്സോടുകൂടി പിന്നീട് അറിയാത്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്താൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. അതോടൊപ്പം തന്നെ ഈ പരീക്ഷ കഴിഞ്ഞ് ഈ ഉത്തര പേപ്പർ എല്ലാം എഴുതി കഴിഞ്ഞ് ഒന്നുകൂടി ക്ഷമയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അക്ഷരത്തെറ്റ്, ഗ്രാമർ മിസ്റ്റേക്ക് ഇതെല്ലാം തിരുത്താനുള്ള ഒരു അവസരം കൂടി കിട്ടും. ഇത്തിരി ക്ഷമ കാണിക്കുക, അതിന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ.